ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്യതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് 22, 23, 24 സങ്കീർത്തനങ്ങളിൽ യേശു ക്രിസ്തു. 22, 23, 24 സങ്കീർത്തനങ്ങളിൽ യേശു ക്രിസ്തു. 22-ാം സങ്കീർത്തനം നാം നോക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് നാം കാണുന്നതെങ്കിൽ 23-ാം സങ്കീർത്തനത്തിൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. 24-ാം സങ്കീർത്തനത്തിൽ രാജാവായ ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. 22-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തു ഇന്നലെ, 23-ൽ ക്രിസ്തു ഇന്ന്, 24-ൽ ക്രിസ്തു നാളെ. 22-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തു നല്ല ഇടയൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 11 കൂടി ചേർത്ത് വായിക്കുക. 23-ാം സങ്കീർത്തനത്തിൽ വലിയ ഇടയൻ എന്നാണ് നാം യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 20 ചേർത്ത് ഇത് വായിക്കുക. ശ്രേഷ്ഠ ഇടയൻ എന്നാണ് 24-ാം സങ്കീർത്തനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. 1 പത്രോസ് 5:4 കൂടി ഇതോടൊപ്പം വായിച്ചു നോക്കുക. 22-ാം സങ്കീർത്തനത്തിൽ ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് എഴുതിയിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 26-ാം വാക്യം ചേർത്ത് വായിക്കുക. ഇന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു, എബ്രായർ 9:24 ചേർത്ത് വായിക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കും. ഇനിയും പ്രത്യക്ഷനാകും എന്നത് 24-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28 ചേർത്ത് അത് വായിച്ചു നോക്കണം. അടുത്തത് 22-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തു പ്രവാചകനാണ് എങ്കിൽ 23-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തു പുരോഹിതനാണ്. 24-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തു രാജാവ് ആണ്. ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് നാം 22-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. വാക്യം 1, 7, 8, 16, 18, 19 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ആ ക്രൂശിനെ കുറിച്ച് ഓർക്കും. ആ ക്രൂശിലേക്ക് നോക്കുക. തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് സുവിശേഷകന്മാർ എഴുതിയിരിക്കുന്നത് അതിനുശേഷം ഒന്ന് ഓർത്തു നോക്കുക. 1-ാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നിരിക്കുന്നതും എന്ത് എന്ന് പറയുന്നു. 7-ൽ പറയുന്നത്: എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തല കുലുക്കുന്നു. 8-ൽ പറയുന്നത്: യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനെ രക്ഷിക്കട്ടെ, അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ എന്നാണ്. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്നാണ്. 18-ാമത്തെ ഇതിൽ പറയുന്നത്: എൻ്റെ വസ്ത്രം അവർ പങ്കിട്ടെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. 19-ൽ പറയുന്നത്: നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എന്നാണ്. ഈ ഭാഗം ഒക്കെയും ഇത് എഴുതിയത് BC 1000 ആണ്ടിലാണ്. BC 1000 ആണ്ടിലാണ് ദാവീദ് രാജാവ് ഇത് രചിച്ചത് എന്ന് നാം ഓർക്കണം. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനമാണിത്. നാം ഇതൊക്കെയും ഒന്ന് മനസ്സിൽ വായിച്ച് കുറിച്ചതിന് ശേഷം സുവിശേഷങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ക്രിസ്തു ആരായിരുന്നു, യേശു ക്രിസ്തു ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് നമുക്ക് വിശ്വാസത്തിലേക്ക് ശരിയായ രീതിയിൽ കയറുവാൻ സാധിക്കുകയുള്ളൂ. പീഡാനുഭവ സങ്കീർത്തനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ പ്രമുഖമായ ഒന്നാണിത്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയരുന്ന വാക്കുകളാണ് ഇതിൽ പ്രതിധ്വനിക്കുന്നത്. 22-ാം സങ്കീർത്തനത്തിൽ യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസൻ എന്ന നിലയിൽ യെശയ്യാ പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുന്ന കഷ്ടാനുഭവ വിവരത്തോട് ഇതിന് വളരെ സാമ്യമുണ്ട്. യെശയ്യായുടെ പുസ്തകം ഒരാൾ എഴുതിയതാണ് എന്ന് ചിന്തിക്കുന്നവരിൽ പെട്ടവരാണ് നാം ഏവരും. എന്നാൽ അത് എഴുതിയത് 8-ാം നൂറ്റാണ്ടിലും
6-ാം നൂറ്റാണ്ടിന്റെ ആദ്യവും 6-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 3 ആളുകൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. 1 മുതൽ 39 വരെ 1-ാം യെശയ്യാവും, 40 മുതൽ 55 വരെ 2-ാം യെശയ്യാവും, 56 മുതൽ 66 വരെ 3-ാം യെശയ്യാവുമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഗ്രഹിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കേണ്ടതുണ്ട്. വേദപുസ്തക ഭാഷ്യം നാം വായിച്ചു നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ വേദപുസ്തക വിജ്ഞാന കോശം എന്ന പുസ്തകം വായിക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. 23-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതിൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നത് ഹൃദയ സ്വസ്ഥതയ്ക്കും മാനസികമായ സമാധാനത്തിനും വേണ്ടിയുള്ളതാണ് ഇത് എന്നാണ്. പുനരുദ്ധാനത്തിന് ശേഷം അവൻ നമ്മുടെ നല്ല ഇടയൻ എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുനരുദ്ധാനത്തിന് ശേഷം അവൻ വലിയ ഇടയനാകുന്നുവെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 13:20 പറയുന്നുണ്ട്. പുനരുദ്ധാനത്തിന് ശേഷം അവൻ ശ്രേഷ്ഠ ഇടയനാകുന്നുവെന്ന് 1 പത്രോസ് 5:4 പറയുന്നുണ്ട്. 24-ാം സങ്കീർത്തനത്തിൽ അവൻ രാജാവായ ക്രിസ്തു ആകുന്നു. ഇവിടെ ദാവീദ് രാജാവ് തൻ്റെ ദർശനത്തിൽ നിന്നും ഘോഷിക്കുന്നതാണിത്. വാക്യം 1 മുതൽ 10 വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് നമുക്ക് വളരെ സ്പഷ്ടമാകും. ഇതിൽ നിന്നൊക്കെയും മനസ്സിലാകുന്നത് ഇന്നലെ ക്രിസ്തു ആരായിരുന്നു? അവൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ക്രിസ്തു ആരാണ്? അവൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ആരാണ്? അവൻ നമ്മെ കൂട്ടുന്നതിനായി വരും എന്നതാണ്. അതായത് ഒരിക്കൽ കൂടി പറഞ്ഞാൽ, ഇന്ന് ക്രിസ്തു ആരാണ്? അവൻ നമ്മോടൊപ്പമുണ്ട് എന്നതാണ്. നാളെ ക്രിസ്തു ആരാണ്? അവൻ നമ്മെ കൂട്ടുന്നതിനായി വരും എന്നതാണ്. ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി എന്നത് നമുക്കറിയാം. എബ്രായർ 9:26. ക്രിസ്തു ഇന്ന് പ്രത്യക്ഷനായിരിക്കുന്നത് സ്വർഗത്തിലാണ്. എബ്രായർ 9:24 നമുക്ക് അത് കാണുവാൻ സാധിക്കും. ക്രിസ്തു ഇനിയും പ്രത്യക്ഷനാകും എന്നുള്ളത് എബ്രായർ 9:28 നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തു പ്രവാചകനാണ്, ക്രിസ്തു പുരോഹിതനാണ്, ക്രിസ്തു രാജാവാണ്. ഈ സങ്കീർത്തനങ്ങൾ വെറും പ്രാർത്ഥന അല്ല. പിന്നെയോ ക്രിസ്തുവിനെ BC 1000 ആണ്ടിൽ ദാവീദ് മുഖാന്തരം എടുത്ത് കാട്ടിയതാണ് എന്ന് വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുവിശേഷങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, സങ്കീർത്തനങ്ങളിൽ കൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിപ്പിൻ എന്നാണ്. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.